ഉത്തരാഖണ്ഡിലെ ചമോലിയിലുണ്ടായ ഹിമപാതത്തിൽ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. മഞ്ഞിനടിയിൽ കുടുങ്ങിയ 55 പേരിൽ 49 പേരെയും പുറത്തെത്തിച്ചു. 6 പേർ മാത്രമാണ് മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, എന്തായാലും അവിടെ നിന്നും വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇത്ര ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? കാലാവസ്ഥയൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ? സ്വാതി, കഴിഞ്ഞ ദിവസം 55ഓളം തൊഴിലാളികളാണ്, റോഡ് നിർമ്മാണത്തിനുണ്ടായിരുന്ന 55ഓളം തൊഴിലാളികളാണ് ഉത്തരാഖണ്ഡിലുള്ള ഹിമപാതത്തിൽ കുടുങ്ങിയത്. ഇതിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് 16 പേരെ കൂടി രക്ഷാസംഘം രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ ഇനി 6 പേരാണ് ഈ ഹിമപാതത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ ഇന്ന് തന്നെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സൈന്യവും മറ്റു രക്ഷാസംഘങ്ങളും രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഉത്തരാഖണ്ഡിലെ ചമോലിയിലുണ്ടായ ഹിമപാതത്തിൽ ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു എന്നുള്ളതാണ് അനുപമ പറയുന്നത്. നിലവിൽ അവിടെ ഏത് രീതിയിലാണ് അനുപമ ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നത്? സൈന്യവും മറ്റ് രക്ഷാസംഘങ്ങളും ചേർന്നാണ് ഇന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വലിയ ദ്രുതഗതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ അതിശൈത്യമുള്ള ഒരു കാലാവസ്ഥയിലാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു നമ്പറിലുള്ള ഒരു തൊഴിലാളികളാണ് കുടുങ്ങിയത്. ഇവരിൽ 6 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ 2 ദിവസം കൊണ്ട് തന്നെ സൈന്യത്തിനും രക്ഷാസംഘത്തിനും പുറത്തെത്തിക്കാനായി എന്നുള്ളൊരു വലിയൊരു വിജയകരമായിട്ടുള്ള നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാതി. ശരി അനുപമ, ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഉണ്ടായ ഹിമപാതത്തിൽ നിന്നും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. 55 പേരിൽ 49 പേരെ പുറത്തെത്തിക്കാനായി, ബാക്കിയുള്ളവരെ കൂടി പുറത്തെത്തിക്കാനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണ്.